ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കുക്കറി ഷോയിൽ വീണ്ടും കുക്കറി ഷോയിൽ പങ്കെടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഒരു ഷെഫിൻ്റെ കൂടെ നമുക്ക് കുക്കറി ഷോ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും അതിന് തയ്യാറെടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത റെസിപ്പിയും ഒക്കെയാണ് കേട്ടോ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഈ ഒരു കുക്കറി ഷോ നടന്നിട്ടുണ്ടായിരുന്നത് കാഞ്ഞങ്ങാട് ഹോൺചോ കഫേയിലാണ്. അപ്പോൾ അവർ ഓൾറെഡി ഒരു കുക്കിംഗ് പ്രോഗ്രാം, ഒരു കുക്കറി ഷോ പ്രോഗ്രാം നടത്താനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അവിടെ ഈ ഒരു ഹോൺചോ കഫേയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമും അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് 2 പേർക്ക് കുക്കറി ഷോ ചെയ്യാനുള്ള അവസരം കൂടി, ഒരു ഉദ്ഘാടനം എന്ന രീതിയിലുള്ള അവസരം അവിടെ കിട്ടിയിട്ടുണ്ടായിന്, എനിക്കും സെമി സത്താറിനും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അവിടെ കുക്കറി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് ഇതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫിംഗേഴ്സാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫിംഗേഴ്സ് നമ്മളൊരു 3 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അവിടെ പോയിട്ട് നമുക്കത് വെക്കാനുള്ള സമയമില്ല. അതുമാത്രമല്ല, ഞാൻ ഇവിടെ നിന്ന് ഉച്ചക്ക് ഇറങ്ങിയാൽ രാത്രിയാണ് ഇവിടെ മാംഗ്ലൂരിൽ ഞങ്ങളെ ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് നമുക്ക് അങ്ങോട്ട് പോകണേയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് വെക്കാനുള്ള സമയവുമില്ല. പിന്നെ അവർ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുപോകാനും പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ചിക്കൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു നല്ലൊരു കണ്ടെയ്നറിലാക്കി സൈഡിൽ ഐസിങ് ബാഗൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഞാൻ 250 ഗ്രാമിൻ്റെ ചിക്കൻ്റെ അളവാണ് കേട്ടോ അവിടെ നേരെ പകുതിയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഐസിങ് ബാഗൊക്കെ വെക്കാതെ കൊണ്ടുപോയാൽ കുറേ ട്രാവലിങ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐസിങ് ബാഗൊക്കെ സൈഡിലോട്ട് വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ. നല്ല അഭിപ്രായമാണ് കേട്ടോ അവരൊക്കെ പറഞ്ഞത്. കഴിച്ചിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, അവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം കേട്ടോ അവിടെ കുക്കിംഗ് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ കുക്ക് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും കാസർഗോഡ് വരെ വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം തസ്രിയ ബഷീർ. ലെറ്റ്സ് വെൽക്കം തസ്രിയ ബഷീർ. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നു. ബാംഗ്ലൂരില് കാസർഗോഡ് വരെ ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നത് ഈ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. പരിപാടികളിൽ പങ്കെടുക്കാൻ ഇഷ്ടമാണ്, മുമ്പേ ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം. നമ്മുടെ കാര്യങ്ങളോട് നിങ്ങൾ പറയാനുണ്ടോ? എന്താ പറയാ, ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഷെഫിന്റെ കൂടെ പങ്കെടുക്കാൻ, കുക്കിംഗ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് എന്താണ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്? ഞാൻ ചിക്കൻ ഫിംഗേഴ്സ് ആണ്, ഒരു KFC സ്റ്റൈല് ഫ്ലേവറിലുള്ള ചിക്കൻ ഫിംഗേഴ്സ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് ഈ ചിക്കൻ ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? അപ്പൊ എല്ലാവരും റെഡി ആയിക്കോളൂ. വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റായി നിൽക്കാൻ. മുമ്പ് ചിക്കൻ ഫിംഗേഴ്സ് നമുക്കറിയാം ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ക്രിസ്പി ആയിട്ട് ലുക്സ് ആക്കി ഫ്രൈഡ് ചിക്കൻ ഒക്കെ പോലെ ചിക്കൻ ബ്രോസ്റ്റഡ് അല്ല, ആ ഒരു ഫ്ലേവർ ആണ്. അത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളത് ഫസ്റ്റ് മുതൽ അവസാനം വരെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. തുടങ്ങല്ലേ? തുടങ്ങാം. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ചിക്കൻ 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ നമുക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട്, ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓൾറെഡി 3 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ തൈരും 1/4 ടീസ്പൂണ് മുളക് പൊടിയും. ചിക്കന് നമ്മൾ ഇതുപോലെ 3 മണിക്കൂർ എന്തായാലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. കൂടുതൽ വെക്കുന്ന കൊണ്ട് കൂടുതൽ ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, താഴത്തെ തട്ടിൽ. ഒരു രാത്രി ഫുള്ള് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ, നമ്മൾ രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് ഉച്ചക്കോ വൈകിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു കോൺഫ്ലെക്സ് എടുക്കുമ്പോൾ കൈകൊണ്ട് തന്നെ നല്ലോണം ക്രഷ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം, പക്ഷേ കൂടുതൽ ഓവറായിട്ട് ഫൈൻ പൗഡർ ആക്കി എടുക്കരുത്. അതുപോലെ ഇതിന് ചേർക്കേണ്ട എല്ലാ സ്പൈസസും, മിക്സഡ് ഹെർബ്സ്, അതുപോലെ ഓനിയൻ പൗഡർ, അതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്ലേവറിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു കുക്കറി ഷോ ചെയ്തതും അതുപോലെ ഞാൻ ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി. അപ്പോൾ അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കന് നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാ ചിക്കൻ വാങ്ങിക്കുമ്പോൾ നമുക്കതിൽ ഒരുപാട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിക്കൻ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചിക്കൻ വാങ്ങുമ്പോൾ 2 കിലോ 3 കിലോ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഒരു 250 ഗ്രാം അല്ലെങ്കിൽ 1/2 കിലോൻ്റെ ചിക്കനൊക്കെ അതിൽ നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഫിംഗേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഇതിന് അങ്ങനെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വാങ്ങിക്കണമെന്നില്ല. അതുപോലെ നമുക്ക് ബോണായിട്ടുള്ള ചിക്കനിലും ചെയ്യാം കേട്ടോ. ബോണോട് കൂടിയിട്ടുള്ള ചിക്കനിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു KFC സ്റ്റൈലിലുള്ള ഫ്ലേവറിലുള്ള ഇത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. എനിക്ക് ഒരു സംശയമുണ്ട്. പിന്നെ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യോ? അത്യാവശ്യം ചെയ്യും. എല്ലാവർക്കും കൂടുതലായിട്ടും ഇഷ്ടം ഭക്ഷണം കഴിക്കാനും കുക്ക് ചെയ്യാനും അല്ലേ? അതെ അതെ അതെ. കാരണം എല്ലാവരും ഭയങ്കര ഫുഡീസ് ആണ് നമ്മളെ, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പം ഈ ഒരു കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇതുപോലെ കുക്കറി ഷോസിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കുക്കറി ഷോയില് പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അടുത്തേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു ചാനലുണ്ട്, കുക്കിംഗ് ചാനൽ. ആ ചാനൽ പേര് തപസ്സും കിച്ചൺ എന്നാണ്. തപസ്സും കിച്ചൺ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് യൂട്യൂബ് ഏതൊക്കെ? യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഫുഡ് പിന്നെ പ്രിപ്പയർ ചെയ്യുന്നതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് ചാനലിൽ കാണിക്കുന്നുണ്ട്. അത് ശരിയാ. ബിരിയാണി ഉണ്ടാക്കും? എല്ലാം ഉണ്ടാക്കും. ബിരിയാണി മുതൽ നമ്മുടെ പുഴുക്കലരി ചോറ് വരെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അതെയാ, അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിട്ട് അതും കൂടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വേറെന്താണ്? മന്തി എല്ലാം ചെയ്യും. മന്തി ചെയ്യും, കേക്ക് ചെയ്യും. കേക്കിന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നന്നായി കേക്ക് ചെയ്യും. എന്തൊക്കെ കേക്കുകളാണ് ചെയ്യുന്നത്? ഞാൻ എല്ലാ കേക്കും ചെയ്തിട്ടുണ്ട്. ബ്രൗണി പലരും ഇഷ്ടപ്പെട്ട സംഭവം ഡീറ്റെയിൽ ആയിട്ട് ബ്രൗണിയാണ്. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ? അതെ അതെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരണം ബ്രൗണിക്ക്. അതെ അതെ. അത് പ്ലാനിങ് ഉണ്ടായി. ബ്രൗണി സീസലറിയാണ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ബ്രൗണി ചെയ്യാനുള്ള നമുക്ക് ചെയ്യാം. നമുക്ക് അടുത്തതിൽ ചെയ്യാം. അടുത്ത നമുക്ക് കിച്ചണിലേക്ക് ഒന്നും കൂടി നമ്മൾ ഡെവലപ്പ് ആക്കും. ഇത് നമ്മുടെ തുടക്കം മാത്രമാണ്. ഇന്ന് നമ്മുടെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരി നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരു ഷോന് വേണ്ടിയിട്ട് മാത്രം ബാംഗ്ലൂരിൽ നിന്ന് വന്നു ഈ ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആളുടെ ചാനൽ ഒന്ന് കയറിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇനി ഫ്രൈ ചെയ്യാൻ പോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് കോൺഫ്ലെക്സിൽ നമ്മൾ ഇത് കോൺഫ്ലെക്സ് ആണ്. അപ്പൊ ഇതിൽ കോട്ടിങ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടി. അപ്പൊ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുന്ന പോലെ ഈ ഒരു കോൺഫ്ലെക്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ കോട്ടിങ് ചെയ്തിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. എളുപ്പമുള്ള അപ്പോൾ നമ്മുടെ ചിക്കൻ ഫിംഗേഴ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ബോണായിട്ടുള്ള ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ KFC ചിക്കനൊക്കെ ചെയ്യുന്ന രീതിയിൽ. കാണുന്നില്ലേ ഒരു സ്മെല്ല്? ഓ, നല്ല ക്രഞ്ചി ഉണ്ട്. ഇത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ വീട്ടില് വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാല് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ സ്നാക്ക് അല്ലേ? ഫ്രോസൺ ആയിട്ടും വെക്കാം. വെച്ച് പെട്ടെന്ന് പിന്നെ വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് എല്ലാം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്തെടുക്കുന്ന മാത്രം കഴിക്കാം അല്ലേ? ആര് നമുക്ക് ഈ ഒരു ഓ നല്ലതായിട്ടോ. നിങ്ങൾ വന്നിട്ട് അപ്പൊ 10 മിനിറ്റ് റെഡി അല്ലേ? പൊളി പൊളി പൊളി. യമ്മി, ഒന്നും പറയാനില്ല, അടിപൊളി. താങ്ക് യു.
അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യാം കേട്ടോ. സ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് വരാനുണ്ട്. ആള് നമുക്ക് വേണ്ടിയിട്ട് ബ്രൗണി ഒക്കെ ഉണ്ടാക്കും നെക്സ്റ്റ് വീഡിയോയിൽ കേട്ടോ. നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബ്രൗണി ഒക്കെ ഉണ്ടാക്കാം. ഇതിന് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ ബാക്കിൽ നിന്ന് കഴിച്ചോളാം. അപ്പോൾ ഷെഫിൻ്റെ കൂടെ എനിക്ക് ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ അവസരം കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഹോൺഷോ, അപ്പോൾ ഇതിനും വേണ്ടി വലിയൊരു താങ്ക്സ്. ഒരു അവസരം കിട്ടിയതിൽ ഇതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഈ ഇതിനായിട്ട് വന്നാട്ടോ. ഇവർ ആദ്യം തിരിച്ചു പോവാണ്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി ഒരുപാട് കുക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. പിന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനായിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരും അല്ലേ. അപ്പൊ സ്റ്റേ ട്യൂൺഡ് വിത്ത് ഷെഫ് ഷാൻ.